KPCC വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനത്തിൽ മുരളീധരൻ പങ്കെടുക്കുന്നതിൽ അനിശ്ചിതത്വം. മുരളീധരൻ ഗുരുവായൂരിൽ തന്നെ തുടരുകയാണ്. KPCC പട്ടികയിലെ അതൃപ്തിയാണ് പങ്കെടുക്കാതിരിക്കാൻ കാരണം. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, ഈ അതൃപ്തി പരസ്യമാക്കുകയാണ് മുരളീധരൻ. അതിലുള്ള ആ ഒരു അസംതൃപ്തി തന്നെയാണോ ഇവിടെ ഇപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കാൻ കാരണമായി പറയുന്നതും? ഷൈജു, കേൾക്കാമോ? കെ മുരളീധരന് KPCC പുനഃസംഘടനയിൽ അതിശക്തമായ അതൃപ്തി തന്നെയുണ്ടെന്നിപ്പോൾ വ്യക്തമാവുകയാണ്. KPCCയുടെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന ചടങ്ങിൽ നിന്ന് കെ മുരളീധരൻ വിട്ടുനിൽക്കുകയാണ്. ഇതുവരെയും പരിപാടിയിൽ പങ്കെടുക്കാനായി അവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം പങ്കെടുക്കുമോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അനിശ്ചിതത്വം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കെ മുരളീധരൻ ഇപ്പോഴും ഗുരുവായൂരിൽ തന്നെ തുടരുകയാണ്. KPCC പട്ടികയിൽ അതൃപ്തി തന്നെയാണ് പങ്കെടുക്കാതിരിക്കാൻ കാരണം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ജംബോ പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ തന്നെ നിരവധി പേർക്ക് ഇക്കാര്യത്തിൽ പലരെയും ഉൾപ്പെടുത്താത്തതിലും ഒഴിവാക്കിയതിലുമൊക്കെ അതൃപ്തിയുണ്ടെന്നുള്ള സൂചനകൾ, റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. അതിപ്പോൾ മറനീക്കി പുറത്തു വരുന്നതാണ് കാണാൻ കഴിയുന്നത്. വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് ഒരു ക്യാപ്റ്റൻ ഇല്ലാത്തൊരവസ്ഥ. മുരളീധരന് കടുത്ത അതൃപ്തി, അത് അദ്ദേഹം പ്രകടമാക്കുകയാണ്. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, KPCC പട്ടികയിലെ അതൃപ്തി, പുനഃസംഘടനയിലെ അതൃപ്തി കെ മുരളീധരന്റെ ഉള്ളിൽ അതുണ്ട്. അതിപ്പോൾ മറനീക്കി പുറത്തു വരികയാണോ? അദ്ദേഹം ഈ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേരില്ല എന്ന് തന്നെയാണോ വിവരങ്ങൾ? ദിവ്യ, ഞാൻ രാവിലെ മുതൽ ചെങ്ങന്നൂരുണ്ട്. ചെങ്ങന്നൂർ കാരക്കാട് നിന്നാണ് പന്തളത്തേക്ക് പദയാത്രയായി കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കന്മാർ അണിനിരക്കുന്ന പരിപാടി നടക്കുക. രാവിലെ വരുമ്പോൾ തന്നെ ഈ 4 ക്യാപ്റ്റന്മാരെയും നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അതിൽ അടൂർ പ്രകാശ് വീട്ടിലേക്ക് അദ്ദേഹം 3 മണിയോടുകൂടി ഇവിടേക്ക് എത്തും എന്നറിയിച്ചിരുന്നു. കുടിക്കുന്നിൽ സുരേഷും നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹവും ആ സമയത്ത് എത്തും എന്നാണ് പറഞ്ഞത്. ബെന്നി ബെഹനാൻ തിരുവല്ല റെസ്റ്റ് ഹൌസിൽ തുടരുന്നുണ്ട്. എന്നാൽ കെ മുരളീധരനെ ബന്ധപ്പെട്ടപ്പോൾ രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹവുമായി നേരിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചില്ല. അദ്ദേഹം ഫോൺ രാവിലെ മുതൽ സ്വിച്ച് ഓഫ് ആണ്. ഇപ്പോഴാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചന. അദ്ദേഹം ചെങ്ങന്നൂരിലെ കാരക്കാട് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര, അതായത് അദ്ദേഹം കൂടി ക്യാപ്റ്റനായിട്ടുള്ള 4 ജാഥകളുടെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം വരുന്നില്ല എന്ന കാര്യമാണ്. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം മുന്നോട്ട് വെച്ച 2ലധികം പേരുകൾ KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അവരെ പരിഗണിച്ച് ഇല്ല എന്നതിന്റെ നീരസമായിരുന്നു അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. നേരത്തെ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നത് ഈ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് വെച്ച് ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ പോലും ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന വേളയിൽ തന്നെ തന്റെ പ്രതിഷേധം അറിയിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം വിട്ടുനിൽക്കുന്നതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം മുരളീധരൻ വിട്ടുനിൽക്കുന്നത് വലിയ കല്ലുകടിയാകുമല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഷൈജു? തീർച്ചയായും. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ സംരക്ഷണ യാത്ര എന്ന് പറയുന്നത് മുന്നാക്ക സമുദായവുമായി ബന്ധപ്പെട്ട് അടുക്കാൻ കോൺഗ്രസും UDF നടത്തുന്ന ശ്രമത്തിന്റെ കൂടി ഭാഗമായി വിലയിരുത്തപ്പെടുന്ന ഒരു വലിയ സമരമാണ്. കാരണം കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും തൃത്താലയിൽ നിന്നും മൂവാറ്റുപുഴയിൽ നിന്നും ഈ 4 സ്ഥലങ്ങളിൽ നിന്നും തുടങ്ങിയ യാത്രയാണ് ചെങ്ങന്നൂരിൽ കഴിഞ്ഞ ദിവസം സമാപിച്ചത്. ഇതിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ച ആ യാത്രയുടെ ക്യാപ്റ്റനായിരുന്നു കെ മുരളീധരൻ. കെ മുരളീധരനും കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ ഈ സമാപന സംഗമത്തിൽ ഉണ്ടായിരുന്നു. 3 ജാഥകളുടെയും സംഗമത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഔദ്യോഗികമായി സമാപിക്കുന്നത് UDFന്റെ നേതാക്കന്മാർ കൂടി ഉൾപ്പെട്ട വലിയ ഒരു പരിപാടി നടത്തിക്കൊണ്ടാണ്. 7 കിലോമീറ്റർ നേതാക്കന്മാർ നടന്ന് പന്തളം നഗരസഭ ബസ് സ്റ്റാൻഡിന് സമീപത്ത് എത്തി സമാപിക്കുന്ന പരിപാടി. ആ പരിപാടിയിൽ ഒരു പ്രധാനപ്പെട്ട നായകൻ ഇല്ലാതാകുന്നു എന്ന് പറയുന്നത് കല്ലുകടി മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥത സൃഷ്ടിക്കും എന്നതാണ്. കാരണം ജംബോ കമ്മിറ്റി എന്ന് പരക്കെ ആക്ഷേപം ഉണ്ടായിട്ട് പോലും കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായില്ല. അതിലൊരു ആശ്വാസം ചൊരിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ആ ആശ്വാസത്തിന് മീതെ വലിയ ഒരു ഇടുത്തി പോലെ ഇപ്പോൾ കെ മുരളീധരന്റെ അസാന്നിധ്യം മാറുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കെ മുരളീധരൻ ഒരു ജാഥയുടെ ക്യാപ്റ്റൻ മാത്രമല്ല, കോൺഗ്രസിൽ
അണികൾക്ക് കൂടി അവർ കൂടി സ്വീകരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു നേതാവ് കൂടിയാണ്. പലപ്പോഴും പല കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളാണ് അദ്ദേഹം. കോൺഗ്രസ് നേതൃത്വവുമായി ഉള്ള ഒരു അകൽച്ച കൂട്ടാതെ അത് വളരെ വേഗത്തിൽ അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അതിന്റെ കൂടി ഭാഗമായിരുന്നു അദ്ദേഹം ഈ സമരവുമായി സഹകരിക്കുകയും കോൺഗ്രസിന്റെ കാര്യത്തിൽ കുറിച്ചുകൊള്ളുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു കോൺഗ്രസ് അണികളെ കയ്യിലെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കെ മുരളീധരൻ പെട്ടെന്ന് കോൺഗ്രസ് മുന്നോട്ട് വെച്ച, പ്രത്യേകിച്ച് 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട സമരത്തിൽ നിന്നും പൊടുന്നനെ മാറുന്നു. അതിന്റെ അവസാന ഘട്ടത്തിൽ മാറി നിൽക്കുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി കോൺഗ്രസിന് മാറും എന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് UDF നേതാക്കൾ കൂടി പങ്കെടുക്കുന്ന ഒരു ജാഥ നടത്താനിരിക്കെ പ്രധാനപ്പെട്ട ഒരു ക്യാപ്റ്റൻ മാറുന്നു. സാജു കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സാജു, മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കാണില്ലേ?